ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൂയിലേക്കാണ് പോകുന്നത്. 336 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞങ്ങള് വന്നിട്ട് ബൈക്കൊക്കെ നിർത്തി പാർക്കിങ്ങിന് വരുന്നത് ബൈക്കിനാണെങ്കിൽ 25 രൂപയും കാറിനാണെങ്കിൽ 100 രൂപയും ആണ്. പിന്നെ അത്യാവശ്യം ബൈക്കിനാണെങ്കിൽ കുറച്ചധികം നടക്കാനുണ്ട്. എന്നിട്ട് വേണം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് മേലോട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ട്, അത് കയറി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ വരണം. പിന്നെ ഇത് തിങ്കളാഴ്ചകളിൽ അവധിയാണ്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. പിന്നെ ടിക്കറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട്, പിന്നെ നേരിട്ടും എടുക്കാം. ഞങ്ങൾക്ക് അറിയാൻ പാടാണ് ഓട്ടോമാറ്റിക് ഉള്ളവർ, അപ്പൊ ഞങ്ങൾ ഡയറക്റ്റ് ആണ് പോയിട്ട് ടിക്കറ്റ് എടുത്തത്. പിന്നെ ടിക്കറ്റ് ഫീ വന്നത് അഡൾട്ടിനാണെങ്കിൽ 70 രൂപയും പിന്നെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ. ബസ് ഫെയറും 20 തന്നെയാണ് കേട്ടോ. പിന്നെ അഡൾട്ടിനാണ് ബസ് ഫെയർ 30 രൂപ. അപ്പൊ ഞങ്ങൾ ഉള്ളിലോട്ട് പോയായിരുന്നു. പിന്നെ അവിടെ മുതലേ ഉണ്ടായിരുന്നു, ഫസ്റ്റ് മുതലേ ഉണ്ടായിരുന്നത്. പിന്നെ അതെന്റെ മലയെണ്ണാൻ, പിന്നെ വേറെ എന്തൊരു മങ്കി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിന്റെ പേരറിയാൻ പാടില്ലായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ അധികം മൃഗങ്ങളൊന്നും ഇല്ല കേട്ടാ. പിന്നെ പരുന്തുണ്ടായിരുന്നു, പിന്നെ കൊക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു. കിളികളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ അങ്ങനെ നടന്ന് നമുക്ക് ബസ് കിട്ടണമെങ്കിൽ മാനുള്ള സ്ഥലത്താണ് നമുക്ക് ബസ് ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് നടക്കാനായിട്ട് അപ്പൊ ഫസ്റ്റ് ഇവിടെ മയിലുണ്ടായിരുന്നു. മയില് നല്ല ഭംഗിയായിട്ട് വിടർത്തി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. അമ്മൂസൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത്. പിന്നെ മാനിന്റെ അടുത്ത് എത്തിയായിരുന്നു. മാനിന്റെ അവിടെ നിന്നാണ് നമുക്ക് ബസ് കയറാനുള്ള. ഒരുപാട് മാനുണ്ടായിരുന്നു കേട്ടോ, 2-3 ഐറ്റം മാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരണവര് കൊട കൊണ്ടുവരണം കേട്ടോ. അങ്ങ് കൊടക്ക് നമുക്ക് അറിയാൻ പാടത്തുള്ള കൊടയൊന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബസ് വന്ന് ഞങ്ങൾ ബസ്സിലോട്ട് കയറി. ബസ് 15 മിനിറ്റ് കൂടുന്തോറും ഒരെണ്ണം പോയിട്ട് ഒരെണ്ണം വരും, അങ്ങനെയാണ്. 15 മിനിറ്റ് കൂടുന്തോറും എന്തായാലും വരുള്ളൂ. പിന്നെ എല്ലായിടത്തും സ്റ്റോൾ ഉണ്ട്, ഐസ്ക്രീം, വെള്ളം, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും. പിന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ കടുവ കാണാൻ വന്ന, പിന്നെ പുലിനൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാ പുലി ഉള്ളത്. ഇതൊക്കെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ദൂരം എന്തോന്നാലും നടക്കാനുണ്ട്, കുറച്ച് നടക്കാനുള്ളൂ. പിന്നെ ഒരിക്കലും നടന്നു പോകാന്ന് പ്രതീക്ഷിച്ച് പോകരുത്, ബസ്സിൽ തന്നെ പോകാൻ പാടുള്ളൂ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ കടുവനായാലും പുലിനായാലും നമുക്ക് കാണാനൊന്നും പെട്ടെന്ന് പറ്റൂല കേട്ടോ, അതൊക്കെ ലക്ക് പോലെ ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റണതൊക്കെ. ഞങ്ങൾ ഒരുപാട് നേരം നിന്നിട്ടാണ് അതൊക്കെ കണ്ടത്. പിന്നെ ഞങ്ങള് പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണത്തിന് 15 രൂപയായിരുന്നു കേട്ടോ, ഒരു പീസിന്. അങ്ങനെ 2 പീസ് വാങ്ങിച്ചു, അത് 30 രൂപ ആയിരുന്നു. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു, അത്യാവശ്യം കുറച്ച് സമയം എടുത്ത് ബസ് വരാനായിട്ട്. അമ്മൂസിന് പിന്നെ അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ബസ് വന്ന് ഞങ്ങൾ കയറി, സീറ്റ് കിട്ടിട്ടാ, 2 വട്ടം സീറ്റ് കിട്ടി. കുഴപ്പമുണ്ടായിരുന്നില്ല, തിരക്ക് അധികം ഇല്ല, എന്നാലും ഉണ്ട് തിരക്ക് അത്യാവശ്യത്തിന്. പിന്നെ അടുത്ത് നമ്മളെ ബസ് കൊണ്ടുപോണത് ഹിപ്പോപ്പൊട്ടാമസിന്റെ അടുത്തോട്ടാണ് കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടായിരുന്നു, പിന്നെ ഒട്ടകപക്ഷി ഉണ്ടായിരുന്നു. ഒട്ടകപക്ഷി കുറെ വെറൈറ്റി ഒക്കെ ഒട്ടകപക്ഷികൾ ഉണ്ടായിരുന്നു. ഹിപ്പോപ്പൊട്ടാമസ് ഒരെണ്ണം എന്തോ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, അതിനെ കാണാനും പറ്റണില്ല, അതങ്ങ് വെള്ളത്തിൽ തന്നെ കിടക്കാനായിട്ട് വരണുണ്ടായിരുന്നില്ല. പിന്നെ വരുന്ന ടൈമില് ഞങ്ങൾ ചുറ്റിയിട്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും അത് പതുക്കി വരുന്നുണ്ടായിരുന്നു. തലഭാഗം മാത്രം, വായഭാഗം മാത്രം കണ്ട്. പിന്നെ അത് വെള്ളത്തിൽ തന്നെ പോയി, അതുകൊണ്ട് അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ്റൂമിൽ പോകണം. വാഷ്റൂം പെയ്ഡാണ് കേട്ടോ, യൂറിനൊക്കെ 5 റുപ്പീസ് വെച്ചാണ് ഒരാൾക്ക്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബസ് വന്ന് പിന്നെ റിട്ടേൺ നമ്മൾ താഴോട്ട് പോകണേണ്. അതിന് കയറി ഞങ്ങൾ താഴോട്ടേക്ക് വന്നു. പിന്നെ താഴെ വരുമ്പോഴേക്കും ഫുഡ് കോർട്ട് ഉണ്ട്, വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക് യു.